ബഫല്ലോ പോത്തിരിക്കില്ലേ, പോത്തിരിച്ച് കിട്ടില്ല. എത്രയോ ദിവസമായി പോത്തിരിച്ച് കഴിച്ചിട്ട്. ഇച്ചിരി ബഫലോയാണ് കിട്ടിയത്. പോത്തിരിച്ച് എടുത്തുകൊണ്ട് പോയി. ബഫലെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ എരുമ. പക്ഷേ പോത്തിറച്ചിയുടെ ടേസ്റ്റ് ഇതിൻ്റെ ടേസ്റ്റിനോട് ഇച്ചിരി വ്യത്യാസമുണ്ട്. വ്യത്യാസമില്ലെന്ന് പറയാൻ പറ്റില്ല. പോത്തിറച്ചിക്കാണ് ഇച്ചിരി കൂടെ ടേസ്റ്റ്. അപ്പോൾ എന്തായാലും അതൊന്ന് നമ്മൾ കറി വയ്ക്കാൻ പോവാണേ. നമ്മളെന്താണ് ശരിക്കും വെളിച്ചെണ്ണയ്ക്കകത്ത് കറിവേപ്പില ഇട്ടിട്ട് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അല്ലി ഇതെല്ലാം ഇട്ടിട്ട് ചൂടാക്കി. മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി. മല്ലിപ്പൊടി ഒത്തിരി ചേർക്കണമെന്നില്ല. ഞാനൊരു ശകലേ ചേർക്കുള്ളൂ മല്ലിപ്പൊടി. കാരണം അല്ലെങ്കിൽ വെളുത്തിരിക്കും സംഭവമേ. വെളുത്തിരി പോത്തിറച്ചിക്ക് ഒരുപാട് അരപ്പ് വേണ്ട. ഇതിങ്ങനെ പെറുക്കി തിന്നുന്ന രീതിയിൽ നമ്മൾ ഉണ്ടാക്കണം. അതാണ് അതിൻ്റെ ടേസ്റ്റ്. ചിലപ്പോൾ ഞാൻ ഉണ്ടാക്കുമ്പോൾ കുഴഞ്ഞൊക്കെ ഇരിക്കും. കുഴഞ്ഞെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അരപ്പൊക്കെ കൂടിപ്പോയി. ഞാനീ പറഞ്ഞ അളന്ന് എടുക്കത്തില്ല. നമ്മുടെ ഒരു ഊഹം കൈ കൊണ്ട് വാരിയൊക്കെയാണ് ഞാൻ എടുക്കുന്നത്. അങ്ങനെയാണ്, അല്ലാതെ ഇങ്ങനെ മെഷർമെൻ്റ് ഒന്നും എനിക്കില്ല. മുളക് പൊടി ഇച്ചിരി എരിവുള്ള മുളക് പൊടിയാണ്. അപ്പം ഞാൻ ഒത്തിരി ചേർക്കുന്നില്ല. അതായത് പാണ്ടിമുളകിൻ്റെ പൊടിയാണ് അതെന്ന് തോന്നുന്നു. എരിവുണ്ട് എടുത്തപ്പം. അപ്പോൾ കുറച്ചേ ചേർത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ കുഴഞ്ഞൊന്നും ഇരിക്കണ്ട. എപ്പോഴും ബീഫിൻ്റെ കഷ്ണങ്ങൾ അതായത് പെറുക്കി തിന്നണം. നല്ല മുത്തുപോലെ ഒന്നൊന്നേ തൊടാതെ ഇരിക്കണം. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ഇതിപ്പോൾ അങ്ങനെ ആയി വരുമെന്ന് തമ്പുരാനെ അറിയത്തുള്ളൂ. ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് നോക്കാം. നോക്കട്ടെ. മനസ്സിൻ മടിയിലെ മാന്തളിരിൽ മയങ്ങോ മണിക്കുരുന്നേ, കനവായി മിഴികളെ തഴുകാം ഞാൻ, ഉറങ്ങൂ നീ ഉറങ്ങൂ. എങ്ങനെയുണ്ട് പാട്ടുകൊള്ളാവും? അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്ബാക്കണം കേട്ടോ. ഒന്ന് സബ്ബാക്കി ലൈക്ക് ചെയ്യണം. എൻ്റെ വീഡിയോസൊക്കെ കാണണം. ലൈവിലൊക്കെ വന്നൊന്ന് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് 3 ഷോർട്സോ ഒരു ലോങ് വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ഇടണം. ഇത് മിക്കവാറും നമ്മൾ അതിനകത്ത് അരപ്പ് ചേർക്കുമ്പോൾ മിക്കവാറും എനിക്ക് ഒന്നും അരപ്പ് കുറവായിട്ടുള്ള പോലെ തോന്നും. അത് കാരണം എന്താ വെച്ചാൽ എരിവുണ്ട് മുളക് പൊടിക്ക്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മുളക് പൊടി ചേർത്തത്. എരിവ് കൂടുതലേ നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ. അതായത് നമ്മുടെ ഒരു കൈയളവിന് ഉപ്പാട്ടോ. ഇനി ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല. വേണമെങ്കിൽ പിന്നെ ചേർക്കാം. എല്ലാം ഞാൻ കൈകൊണ്ടാണ് വാരിയിടുന്നത് കേട്ടോ. കൈയളവാണ് എനിക്ക്. ആനീസ് കിച്ചണിൽ ആനി പറയും പോലെ ഗ്ലൗസ് ഇടാതെയാണ് ശരിക്കും ആനി വെറും കൈകൊണ്ടാണ് ആനി ഓരോന്നും ചെയ്യുന്നത് കേട്ടോ. അപ്പം അതായത് സ്നേഹം കൊണ്ട് ഉണ്ടാക്കുന്ന, സ്നേഹത്തിൽ ചാലിച്ച ഫുഡ്. അപ്പോൾ അങ്ങനെയാണ് ആനി പറയണേ. അതായത് മറ്റുള്ള സംഗതികളൊന്നും ഉപയോഗിക്കാതെ. ഓക്കെ, നമ്മൾ കൈകൊണ്ട് മാത്രം എല്ലാം അളവെല്ലാം ഉപ്പായാലും മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കൈ കൊണ്ട് മാത്രം. കൈ അളവ് മാത്രം, ഒരു ഊഹം. അതാണ് ഞാനും ചെയ്ത് ശീലിച്ചിട്ടില്ല. ഞാനൊരു അളവ് അങ്ങനെ എടുക്കാറേ ഇല്ല. ഇനി നമ്മൾ ഈ ചൂടാക്കി വെച്ചതെല്ലാം ഇതിനകത്തിലോട്ട് ചേർക്കുക. ചേർത്തു. ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്തിട്ട് ഇതൊന്ന് ഇളക്കണം. അരപ്പ് മൊത്തത്തിലൊന്ന് ഇളക്കിയൊന്ന് പിടിപ്പിക്കണം. ഞാനിപ്പോൾ ഈ തവിയിട്ടാണ് എടുക്കുന്നത്. മുളകല്ലേ, ചിലപ്പോൾ കൈ നേറിയാലോ. അപ്പോൾ ഒന്ന് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് അടുപ്പിലോട്ട് വയ്ക്കാം. ഇൻഡക്ഷൻ കുക്കറിലാണ് വയ്ക്കാൻ പോകുന്നത് സത്യം പറഞ്ഞാൽ. മിക്കവാറും കറണ്ട് ചാർജ് ഏറെയാവും. പിന്നെ ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ കുക്കറിൽ അടുപ്പ് വെച്ചു. ഇനി ഒരു കുറച്ച് വിസിൽ വരുന്നവരെ നമുക്ക് നോക്കാം. നമുക്കൊരു കണക്കുണ്ടല്ലോ, ഇത്ര വിസിലടിച്ചാൽ ബീഫ് വേവുമെന്ന്. ബഫല്ലോ. ഇത് ബഫല്ലോ ആണ്, ബീഫല്ല കേട്ടോ. അതായത് എരുമ. ഓക്കെ, അപ്പോൾ അത് എനിക്കൊരു കണക്ക് ഒരു 6 വിസിൽ നോക്കാം. ഓക്കെ, ഓണാക്കി കഴിക്കാം. സവാളയൊക്കെ മൂപ്പിച്ചെടുക്കാണ്. സവാളയും പച്ചമുളക്, കറിവേപ്പില എല്ലാം നേരത്തെ മറ്റേ കറിക്കകത്ത് ഇട്ടിട്ടുണ്ടെങ്കിലും സവാള ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് വന്ന് നമ്മൾ വെന്തിരിക്കുന്ന ബീഫ്. ഞാനിങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. ഒരുപാട് മെത്തേഡൊന്നും ഇല്ല. അപ്പോൾ ഇതിനകത്ത് എല്ലാം ഉണ്ട്. ഇടാൻ പോവാണ്. സവാളയുണ്ട്, ഇഞ്ചിയുണ്ട്, പച്ചമുളകുണ്ട്, വെളുത്തുള്ളിയുണ്ട്, കറിവേപ്പിലയും കൂടെ ഇടണം. ഇളക്കി കൊടുക്കാം. നന്നായിട്ട് വാഴട്ടെ. തേങ്ങാക്കൊത്ത് വരട്ടെ. ഉള്ളി ഫ്രൈ ആയി. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മസാല ഇട്ട ബീഫ് ഇതാണ്.
ഇട്ടു തേങ്ങാക്കൊത്ത്. ഞാനത് ചേർക്കാത്തൊരു സാധനമുണ്ട്, നിങ്ങൾ ആരെങ്കിലും അത് കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. ഗരം മസാല, അതായത് മസാല ഒരു ഫ്ലേവർ വരുന്ന സംഭവമാണ്, നല്ല ബീഫിൻ്റെ ഒക്കെ മണം വരുന്ന സംഭവം അറിയാം, ഗരം മസാല. അത് ഞാൻ ചേർത്തിട്ടില്ല. ചേർക്കാൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ചേർത്ത് കഴിഞ്ഞാൽ എൻ്റെ മണം അങ്ങ് പോകും. അപ്പോൾ അത് കാരണം ഞാൻ ഇത് ഈ സമയത്ത് ചേർക്കാറുള്ളൂ. ചിക്കനായാലും അങ്ങനെ തന്നെ. അപ്പോൾ അങ്ങനെ ഞാൻ മസാല ചേർക്കുവാണ്. മസാലപ്പൊടി തീർന്നു, ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്. ഇത് ഇനി ഉണ്ടാക്കണം. നന്നായിട്ട് ഇളക്കാം. മസാല ചേർത്ത് ഞാൻ ചേർത്ത് നന്നായിട്ട് ഇളക്കാം. എന്നിട്ട് തീ കുറച്ചിടാം. തീ എങ്ങനെ കുറച്ചിട്ട് എന്നിട്ട് നന്നായിട്ട് ഫ്രൈ ആവട്ടെ. അരപ്പൊക്കെ പിടിച്ച് തേങ്ങാക്കൊത്തിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ഇറങ്ങി തീ കുറച്ചിട്ട് അങ്ങോട്ട് വയ്ക്കാം. ഇരിക്കട്ടെ. ഇതിങ്ങനെ അരപ്പ്, അതായത് നമ്മൾ വേവിച്ചപ്പോൾ ഉള്ള വെള്ളമാണ് കേട്ടോ. അങ്ങനെ ഒട്ടും വെള്ളമില്ല. നമ്മൾ വെച്ച് കഴിഞ്ഞാണല്ലോ പെട്ടെന്ന് ഇൻഡക്ഷൻ കുക്കറിൽ അടി പിടിക്കും, അതായത് പെട്ടെന്ന് അങ്ങ് വയ്ക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളത്തോടെയാണ് വെച്ചിരിക്കുന്നത്. ഇച്ചിരി ഒന്നും എല്ലാം കൂടെ ഒന്ന് സെറ്റാവട്ടെ. അപ്പോൾ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ ഫ്രൈ ആവട്ടെ. മതി, റെഡി ആയിട്ടോ. അപ്പോൾ ബീഫ് ഫ്രൈന്നോ ബീഫ് കറിയെന്നോ എന്ത് വേണമെങ്കിലും ഇതിന് ടൈറ്റിൽ കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടം പോലെ എന്തെങ്കിലും വിളിച്ചോട്ടോ. അപ്പോൾ കാണാം.